അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരീഖുൽ ഇസ്ലാം മൂന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസ, മൂന്നാമത്തെ പാഠം, കുലിയൽ അമ്ര. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ആദം നബി അലൈഹിസലാം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങി. പിശാജിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി അവർ വിഗ്രഹാരാധന നടത്തി. ഈ സന്ദർഭത്തിൽ ഇദ്രീസ് നബി അലൈഹിസലാമിന്റെ പൗത്രനായ നൂഹ് അലൈഹിസലാമിനെ അല്ലാഹു തആല നബിയും റസൂലുമായി നിയമിച്ചു. ശാന്തനും സഹനശീലനുമായ നൂഹ് അലൈഹിസലാം എന്നും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വിശ്രമമില്ലാതെ 950 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. നിഷേധികൾ നൂഹ് അലൈഹിസലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് അവഹേളിച്ചു. എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ശിക്ഷയുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചു. ഇനിയാരും വിശ്വസിക്കുകയില്ലെന്ന് അല്ലാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹ് അലൈഹിസലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥന സ്വീകരിച്ചു. അല്ലാഹു തആല നൂഹ് അലൈഹിസലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു. 600 മുഴം വീതിയും 1200 മുഴം നീളവും 30 മുഴം പൊക്കവും 3 നിലകളുമുള്ള കപ്പൽ നിർമ്മിക്കപ്പെട്ടു. അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു. ജലാശയമില്ലാത്ത സ്ഥലത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട ശത്രുക്കൾ നബിയെ പരിഹസിച്ചു. അദ്ദേഹം ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ശിക്ഷയുടെ സമയം വന്നു. തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത്. അതിശക്തമായി മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. അവിശ്വാസികളെല്ലാം മുങ്ങി നശിച്ചു. നൂഹ് അലൈഹിസലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകൾ കപ്പലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവയുടെ വംശം നിലനിന്നു. മുങ്ങി നശിച്ചവരിൽ നൂഹ് നബി അലൈഹിസലാമിന്റെ മകൻ കനആനും ഉൾപ്പെട്ടു. അവൻ അവിശ്വാസിയായിരുന്നു. തൂഫാനിന് ശേഷം നൂഹ് നബി അലൈഹിസലാം 60 വർഷം ജീവിച്ചു. 1050 വയസ്സായപ്പോൾ വഫാത്തായി. കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നൂഹ് നബി അലൈഹിസലാമിന്റെ മക്കൾക്ക് മാത്രമേ സന്തതികൾ ഉണ്ടായുള്ളൂ. തൂഫാനിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും നൂഹ് നബി അലൈഹിസലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസലാം അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഊലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് അലൈഹിസലാം. അപ്പൊ ഈ പാഠം ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബു ബികലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. നൂഹ് നബി അലൈഹിസലാം പ്രളയത്തിനു മുമ്പ് പ്രബോധനം നടത്തി. എത്ര വർഷം? ഉത്തരം 950 വർഷം. 2. തൂഫാനിനു ശേഷം നൂഹ് അലൈഹിസലാം എത്ര വർഷം ജീവിച്ചു? ഉത്തരം 60 വർഷം. 3. വഫാത്താകുമ്പോൾ നൂഹ് നബി അലൈഹിസലാമിന്റെ വയസ്സ് എത്ര? ഉത്തരം 1050 വയസ്സ്. 4. നൂഹ് നബി അലൈഹിസലാമിന്റെ കപ്പലിന് എത്ര നിലകളുണ്ടായിരുന്നു? ഉത്തരം 3 നിലകൾ. 5ാമത്തെ ചോദ്യം, നൂഹ് നബി അലൈഹിസലാമിന്റെ കപ്പലിലുണ്ടായിരുന്ന മനുഷ്യർ എത്ര? ഉത്തരം 40 പുരുഷന്മാരും 40 സ്ത്രീകളും. 6. നൂഹ് നബി അലൈഹിസലാമിന്റെ അവിശ്വാസിയായ മകന്റെ പേരെന്ത്? ഉത്തരം കനആൻ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. നൂഹ് നബി അലൈഹിസലാമിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഉത്തരം, നൂഹ് നബി അലൈഹിസലാം ശാന്തനും സഹനശീലനും എന്നും നോമ്പ് അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. 2ാമത്തെ ചോദ്യം, നിഷേധികൾക്ക് നൂഹ് നബി അലൈഹിസലാമിനോടുള്ള പ്രതികരണം എന്തായിരുന്നു? ഉത്തരം, അവർ നൂഹ് അലൈഹിസലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് അവഹേളിക്കുകയും എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശിക്ഷയുണ്ടെങ്കിൽ
കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, നൂഹ് നബി അലൈഹിസലാം അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചു എന്ത്? ഉത്തരം, ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയണമെന്നാണ് നൂഹ് അലൈഹിസലാം അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചത്. നാലാമത്തെ ചോദ്യം, നൂഹ് നബി അലൈഹിസലാം നിർമ്മിച്ച കപ്പലിന്റെ രൂപം എഴുതുക. ഉത്തരം, കപ്പലിന് 600 മുഴം വീതിയും 1200 മുഴം നീളവും 30 മുഴം പൊക്കവും 3 നിലകളും ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, കപ്പലിലെ 3 തട്ടുകളിൽ ആരൊക്കെയായിരുന്നു? ഉത്തരം, അടിത്തട്ടിൽ മൃഗങ്ങളും മധ്യനിലയിൽ മനുഷ്യരും മുകൾ തട്ടിൽ പക്ഷികളുമായിരുന്നു. ആറാമത്തെ ചോദ്യം, ശത്രുക്കൾ നൂഹ് നബി അലൈഹിസലാമിനെ പരിഹസിക്കാൻ കാരണമെന്ത്? ഉത്തരം, ജലാശയമില്ലാത്ത സ്ഥലത്ത് നൂഹ് അലൈഹിസലാം കപ്പൽ നിർമ്മിക്കുന്നത് കണ്ടാണ് ശത്രുക്കൾ അദ്ദേഹത്തെ പരിഹസിച്ചത്. ഏഴാമത്തെ ചോദ്യം, എങ്ങനെയാണ് തൂഫാനിന്റെ തുടക്കം? ഉത്തരം, തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത്. അതിശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. എട്ടാമത്തെ ചോദ്യം നോക്കൂ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ? ഉത്തരം, നൂഹ് അലൈഹിസലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിൽ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. കുറിപ്പ് തയ്യാറാക്കുക. 1. തൂഫാൻ. അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. തൂഫാൻ എന്ന് ഹെഡിങ് കൊടുക്കുക. തൂഫാൻ എന്നത് ജലപ്രളയമായിരുന്നു. അതിശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. അവിശ്വാസികളെല്ലാം മുങ്ങി മരിച്ചു. നൂഹ് അലൈഹിസലാമിന്റെ കപ്പലിൽ കയറിയ വിശ്വാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവയുടെ വംശം നിലനിന്നു. മുങ്ങി നശിച്ചവരിൽ നൂഹ് നബി അലൈഹിസലാമിന്റെ മകൻ കനആനും ഉൾപ്പെട്ടു. കുറിപ്പ് തയ്യാറാക്കുക. അതിലെ രണ്ടാമത്തത് നോക്കൂ, അൽ അബുസാനി. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. നോക്കൂ, അൽ അബുസാനി എന്നൊരു ഹെഡിങ് കൊടുക്കുക. കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നൂഹ് നബി അലൈഹിസലാമിന്റെ മക്കൾക്ക് മാത്രമേ സന്തതികൾ ഉണ്ടായുള്ളൂ. തൂഫാനിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും നൂഹ് നബി അലൈഹിസലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസലാം അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഊലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് അലൈഹിസലാം. കുറിപ്പ് തയ്യാറാക്കുക. അതിലെ മൂന്നാമത്തത് നോക്കൂ, നൂഹ് നബി അലൈഹിസലാമിന്റെ പ്രബോധനം. അതിനെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം. നോക്കൂ, വിശ്രമമില്ലാതെ 950 വർഷം നൂഹ് നബി അലൈഹിസലാം പ്രബോധനം നടത്തി. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ. നിഷേധികൾ നൂഹ് അലൈഹിസലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് അവഹേളിച്ചു. എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ശിക്ഷയുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചു. ഇനിയാരും വിശ്വസിക്കുകയില്ലെന്ന് അള്ളാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹ് അലൈഹിസലാം അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥന സ്വീകരിച്ചു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.